ശബ്ദം കേട്ട ഭാഗത്തേക്ക് മൗഗ്ലി കുതിച്ചു. കുട്ടിക്കുറുക്കനെ എല്ലാവരും ചേർന്ന് ആക്രമിക്കാൻ ഒരുങ്ങുകയായിരുന്നു. നിന്നോട് ആര് പറഞ്ഞു ആ ആമയെ കുളത്തിലിടാൻ? ക്ഷമിക്കണേ, അറിയാതെ പറ്റിയതാണേ. അറിയാതെ? ഭക്ഷണത്തിനു വേണ്ടിയല്ലാതെ ആരെയും കൊല്ലരുത്, കാട്ടിലെ നിയമമാണ്. അത് തെറ്റിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയാമോ? നിനക്ക് ശിക്ഷ ഉറപ്പാ. വാ. അയ്യോ, എന്താണ് പ്രശ്നം? പറയൂ. മൗഗ്ലി വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ കാട്ടിലെ നിയമങ്ങൾ അതേപടി പാലിക്കുന്നവരാണ് ഈ ഭാഗത്തുള്ളവർ. ഇവരിൽ നിന്ന് ഒരു ദയയും കുട്ടിക്കുറുക്കന് പ്രതീക്ഷിക്കാനില്ല. അവനെ ഇവർ കൊല്ലാനും സാധ്യതയുണ്ട്. അവനെ പിടിക്ക്, എന്നിട്ട് കൊണ്ടുവാ നീതിപ്പാറയുടെ മുകളിലേക്ക്. നീതിപ്പാറ ഇവർ കുറ്റവാളികളെ വിചാരണ ചെയ്യുന്ന സ്ഥലം. കുറ്റം ചെയ്തവരെ തലകീഴായി തൂക്കിയിട്ടാണ് വിചാരണ. ബഗീരൻ പറഞ്ഞിട്ടുണ്ട്. പാവം കുട്ടിക്കുറുക്കനെ എങ്ങനെയും രക്ഷിക്കണം. നിൽക്കൂ, ആമയെ കൊന്നതല്ലേ ഇവൻ്റെ കുറ്റം. അതിന് ആമ മരിച്ചു എന്ന് ഉറപ്പാക്കണ്ടേ? അതിലാർക്കാണ് ഇത്ര സംശയം? സംശയമുണ്ട്. ഞാൻ കൊല്ലുന്ന കുളത്തിൽ ഇറങ്ങാൻ പോകുന്നു. മൗഗ്ലി കുളക്കരയിലേക്ക് തിരിച്ചു നടന്നു. ആശങ്കയോടെ മറ്റു മൃഗങ്ങൾ പിന്നാലെയും. കൊല്ലുന്ന കുളത്തിൽ ഇറങ്ങാൻ പോകുന്നോ? മണ്ടത്തരം. ഈ മനുഷ്യക്കുട്ടി ചാകാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണോ? മണ്ടൻ. മൗഗ്ലിയുടെ മനസ്സിലും ആശങ്കകൾ ഉണ്ടായിരുന്നു. കുളത്തിലിറങ്ങുന്നത് ശരിക്കും അപകടമാണോ? പക്ഷേ അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കുട്ടിക്കുറുക്കൻ തൽക്കാലം രക്ഷപ്പെട്ടു. എന്തെങ്കിലും വഴി തെളിയുമായിരിക്കും. വരുന്നത് വരട്ടെ. ആദ്യം ആഴം നോക്കാം. ഇവൻ എന്തിനുള്ള പുറപ്പാടാണ്? പ്രശ്നമില്ല, കാലുറപ്പിച്ച് നിൽക്കുക. അതാ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. മൗഗ്ലി വെള്ളത്തിലേക്ക് കാലെടുത്തു വച്ചു. എന്തൊരു തണുപ്പ്! തണുപ്പ് മാത്രമല്ല, വല്ലാത്ത ചൊറിച്ചിൽ. അയ്യോ, കാലിൽ ചെറിയ മുള്ളുകൾ തറയ്ക്കുന്നത് പോലെ. വേരിൽ തട്ടി വീണ മൗഗ്ലി എഴുന്നേറ്റു. വൈകാതെ കയ്യിലും മുറിവിലും വല്ലാത്ത പുകച്ചിൽ. കാലിലെ വേദന കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ കയ്യിൽ എന്താണ് ഇതിനർത്ഥം? കൈ കുളത്തിലെ വെള്ളത്തിൽ മുക്കിയില്ലല്ലോ. മൗഗ്ലി തിരികെ കരയിലേക്ക് കയറി. ഇതിലെന്തോ വിഷം കലർന്നിട്ടുണ്ട്, തീർച്ച. കാലിൽ ചുവന്ന പാടുകൾ. എന്തൊരു വേദന! സഹിക്കാനാവാത്ത വേദനയോടെ മൗഗ്ലി പിന്നോട്ട് ചുവടുകൾ വെച്ചു. അയ്യോ, എൻ്റെ കാൽ! കുളക്കരയിൽ നിന്ന് മരത്തിൻ്റെ വേരുകളിൽ തട്ടി മൗഗ്ലി വീണു. അയ്യോ! മൗഗ്ലി വേരിൽ സൂക്ഷിച്ചു നോക്കി. വേരിൻ്റെ തൊലി അടർന്ന് മരക്കറ. അതെ, ഈ മരക്കറയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. കറ പറ്റിയ ഭാഗത്താണ് ചൊറിച്ചിൽ. മരക്കറ കലർന്ന വെള്ളവും പ്രശ്നമുണ്ടാക്കി. കൂട്ടുകാരി, ഈ വേര് പറിച്ച് കുളത്തിൽ നിന്ന് മാറ്റണം. അതെന്തിനാ? എല്ലാം പറയാം. ആദ്യം വേര് പുറത്തെടുക്കൂ. ശക്തിയുള്ള ആരെങ്കിലും. സൂക്ഷിക്കണം, വേരിലെ കറ തുമ്പിക്കൈയിൽ പറ്റരുത്. ആന വേര് പിഴുതെടുത്തു. ഒടുവിൽ അതാ ആമ. ഇവന് ജീവനുണ്ട്. മരക്കറ കലർന്ന വെള്ളത്തിൽ വീണതുകൊണ്ട് ബോധം പോയതാ. വേദനയും അസ്വസ്ഥതയും കാരണം വെപ്രാളത്തിൽ വേരിനിടയിൽ കുടുങ്ങി. പാവം, കുറേ വേദന അനുഭവിച്ചു കാണും. അപ്പോൾ കൊല്ലുന്ന കുളമല്ല, കൊല്ലുന്ന വേരായിരുന്നു പ്രശ്നം, അല്ലേ? അതെ, കുളത്തിലിറങ്ങിയാലുള്ള വ്രണം കാരണം ആരോ പണ്ട് കൊടുത്ത പേരാ. എല്ലാവരും പിരിഞ്ഞപ്പോൾ ചേട്ടനാണ് എന്നെ രക്ഷിച്ചത്. ഇനി കുളത്തിൽ പോയി ഇറച്ചി കഷ്ണം എടുക്കണോ? ഹഹ,